സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൽ ഒരു മോഡായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൽ വീടിൻ്റെ ഉള്ളിൽ നോക്കി വെച്ചാൽ വല്ല മാറ്റങ്ങളൊന്നുമില്ല. ഇന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഗൈസ് നിങ്ങളൊന്ന് ഞെട്ടിത്തിരിക്കാൻ പോകേണ്ടത്. കാരണം ഞാൻ തന്നെ ഞെട്ടി. ഇത് കണ്ടോ എന്തൊരു മാറ്റം നോക്കി നമ്മളെ സിറ്റിക്ക്. ആക്ച്വലി ഇതിന് 2 നില ഉണ്ട് കേട്ടോ. 3rd നില വരെ ആക്കിയിട്ടുണ്ട് നമ്മളെ വീടിന്. ഒക്കെ നമുക്ക് ഏതായാലും വീടിനൊന്ന് ചുറ്റിക്കറങ്ങി നോക്കാം. പിന്നെ ഈ മോഡ് എങ്ങനെ ഇതിലേക്ക് ആഡാക്കണ്ടേന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് പറയാം. അപ്പോൾ നിങ്ങൾ ആദ്യം നമ്മൾ ഈ മാപ്പൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് എങ്ങനെ ആഡാക്കാമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഇതിന് മുകളിൽ വീടിൻ്റെ ഏറ്റവും മുകളിലോട്ട് പോവാം. ഓക്കെ, ഇതിന് മുകളിലോട്ട് കയറിയിട്ടിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ. ഇത് മറ്റേ ഈ ഒരു എന്നാണ് ഇപ്പോൾ ഇതിന് പറയുക, ഈ സ്റ്റെയർസ് കയറി പോകണത് ഇത്തിരി ടാസ്ക്കാണ്. ഇത് ഇലക്ട്രിക്കൽ ബോക്സ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്റ്റെയർസാണ്. നമുക്കിതിന് മുകളിലോട്ട് കയറാം. ഒരു കാല് തെറ്റിയാൽ തീർന്നിട്ടൊക്കെ അതായി. അത് പേടിക്കാനൊന്നുമില്ല. നമ്മളെ ചെക്കൻ്റെ അഭിനയം തുടങ്ങിയിട്ടുണ്ട്. ഇത് ആക്ച്വലി നല്ല അഭിനയക്കാരനാണ് കേട്ടോ. എന്നിട്ട് ഇവൻ ആരും സിനിമയിൽ എടുത്തില്ല, ഗെയിമിലാണ് എടുത്തത്. ഇവിടെ നോക്കിച്ചാൽ കുറേ ഇലക്ട്രിക് പാനലുണ്ട് കേട്ടോ. ഇത് എന്തുട്ട് കൈസ് ഇവിടെ ഇലക്ട്രിക് പാനലിൻ്റെ കളിയാണ്. നമുക്ക് ഇതിനെ മുകളിലോട്ട് കയറി വെക്കാം. കുറെ വേസ്റ്റ് ബിൻ ഉണ്ടല്ലോ, അതെന്തൂട്ടെ നമ്മൾ അത്രക്ക് വൃത്തിയില്ലാത്ത ആളാണ്. ഇത്രക്ക് വേസ്റ്റ് ബിന്നൊക്കെ കൊണ്ടുവെക്കാം. കുറെ ഉണ്ടെന്ന് വെച്ചാൽ അമ്മാതിരി വേസ്റ്റ് ബിൻസ് ഒക്കെയാണ് ഇവിടെ. ഇത് പിന്നെ ഇവിടെ കുറെ ഇലക്ട്രിക്കൽ ബോർഡ് ഉണ്ട്. ഇതിവിടെ കുറെ വേസ്റ്റ് ബിൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ആക്ച്വലി നമ്മൾ ഇത് ഓണാക്കാം. സോ നമ്മളെ എന്തായിരുന്നു ഇൻഫിനിറ്റി ഹെൽത്ത് 9129 തോന്നുന്നു. അല്ല 59 അല്ല, സോറി 29. ഓക്കെ, ഇൻഫിനിറ്റി ഹെൽത്ത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് നിലത്തേക്ക് ചാടാം ഗൈസ്. സീനില്ല, ചെക്ക അഭിനയിക്കുന്നു മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് നമ്മൾ ചാവൊന്നുമില്ല. നമ്മൾ ഇൻഫിനിറ്റി ഹെൽത്തിൻ്റെ രാജാവാണ് ഗൈസ്. പക്ഷെ എൻ്റെ മോനെ ഇതെന്താ വെള്ളത്തേക്ക് കൊണ്ട് ചെക്കം സീനാല. വെള്ളത്തിലോട്ടല്ല വീണ്. പിന്നെ അങ്ങനെ ചോരൊക്കെ വരുന്നത്. ഇയാൾക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ഉള്ളി ഉണ്ടാക്കിക്കൂടെ? ഇങ്ങാണ് ഗൈസ് നമ്മളെ സിറ്റിയിലെ പുറത്തുള്ള സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. നമ്മളെ വീടിൻ്റെ അവിടുത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാനൊക്കെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ വണ്ടിയിലോട്ട് കയറി നമ്മളെ ഈ ഒരു സിറ്റി മൊത്തം എക്സ്പ്ലോർ ചെയ്യാം. എനിക്കറിയില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് ഈ മോഡ് കയറ്റിയിട്ട് നിങ്ങളിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ മാത്രമാണ് ഇതൊക്കെ കാണുന്നത് തന്നെ. ഇവിടെ തന്നിട്ടോടാ, ഇവിടെ സീനാണല്ലോ. ഇവിടെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. നമ്മളെ വീട് നോക്കിയ ചെമ്മാതിരി വീടോ. ഞാൻ പോലും ഇതുണ്ടാക്കിയ ഇതിൻ്റെ ഓണർ നല്ല കഷ്ടപ്പാടുണ്ടാവും കേട്ടോ. വേസ്റ്റ് ബിന്ന് ഇതെന്താടാ തൊട്ടുകൊടുത്തും പിടിച്ചുകൊടുത്തൊക്കെ വേസ്റ്റ് ബിന്ന് കൊണ്ടുവച്ചേർക്കല്ലേ വരി. ഈ സിറ്റി നമ്മളെ വീടിൻ്റെ ഈ ഒരു കുറച്ചണ്ട ഏരിയയിൽ മാത്രമാണ് കേട്ടോ ഈ സിറ്റി ഉള്ളൂ. പിന്നെ അവിടെ ഒന്നുമില്ല. പിന്നെ നോർമൽ പോലെയാണ് എല്ലാ സ്ഥലത്തും. ഞാൻ കാണിച്ചു തരാം. ഇടിച്ച് സീനില്ല. പിന്നെ ഈ മോഡൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഈ സിറ്റിയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. സോ നല്ല രസമുണ്ട് ഇത് കാണാൻ. ഞാനൊരു മോഡിനെ അങ്ങനെ കുറിച്ചൊന്നും പറയാറില്ല. ബട്ട് ഈ മോഡ് മാത്രം എന്താണാവോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ മാത്രമാണ് ഗൈസ് ഞാൻ ഈ മോഡ് കണ്ട് കാണുന്നുള്ളൂ. പിന്നെ ഇതിൽ വേറെ ഒരു വെറൈറ്റി സാധനം ഉണ്ട് ഗൈസ്. അയ്യോ ഗൈസ്, ഞാൻ മരങ്ങളൊക്കെ നശിപ്പിച്ചല്ല. അത് സീനില്ല. നമ്മൾ ആദ്യം മുതൽ കളിക്കുമ്പോൾ വീണ്ടും റെഡി ആവും. പിന്നെ ഇതിൽ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട് ഗൈസ്. സീനാണ് ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ. ബസ് സ്റ്റോപ്പ് ഞാൻ കാണിച്ചു തരാം. അതാണ് സ്കൂള്. ഇതൊക്കെ നമുക്ക് നോക്കാം. എവിടെ ഇത് എന്തുട്ടാണ് ഇത്? ബസ് സ്റ്റോപ്പ് 2 സൈഡിലുണ്ട് കേട്ടോ. ഈ സൈഡിലുണ്ട്, അപ്പുറത്തെ സൈഡിലുണ്ട്. ആക്ച്വലി ഈ ബസ് സ്റ്റോപ്പൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. കണ്ട നല്ലൊരു എന്താ വെച്ചാ എന്തപ്പോൾ ഞാൻ പറയാനി ഇഷ്ടപ്പെട്ടു. അത്ര തന്നെ ഉള്ളൂ. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ കുറേ ഇലക്ട്രിക് ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് റൂഫ് എന്തിയാ? റൂഫ് കാണാമല്ലോ ഗൈസ്. പുറത്തുനിന്ന് വരുമ്പോൾ റൂഫ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒന്നും ഇപ്പോൾ കാണാമല്ല. കണ്ട അപ്പുറത്ത് റൂഫുണ്ട്. റൂഫിന് എന്തോ ബഗ് അടിച്ചിട്ട് നിൽക്കുകയാണ് ഗൈസ്. റൂഫ് വേറെ ലെവൽ തന്നെ. പിന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തും ഉണ്ട് കേട്ടോ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഇതിന് മേലത്തെ റൂഫ് ബഗ് അടിച്ചിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ഈ മോഡ് കയറ്റി നോക്കി നോക്കുക ഗൈസ്. നമ്മൾ വണ്ടിയുടെ ഡോറൊന്നും അടിച്ചില്ല തോന്നുന്നു. ഇത് കാണാനുള്ള ആകാംക്ഷയിലുണ്ട്. ചാടി ഇറങ്ങി. ഇതൊക്കെ നമ്മളെ രോഹിത് ഗെയിമിങ്ങിന് ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്ത ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു. ബട്ട് ഇതാളല്ല ഈ മോഡ് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതാളാണോ ഈ മോഡ് ക്രിയേറ്റ് ചെയ്തതെന്നല്ല.
ഇത് വേറെ ആരുകൊണ്ടാണ് ഈ മോഡൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇടുന്നതാണ്, എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ തന്നെ തോന്നണ്. നമുക്ക് സ്കൂളിലോട്ട് ലാസ്റ്റ് പോവാം. നമുക്ക് അത് പോലീസ് സ്റ്റേഷനിലോട്ട് പോയേക്കാം, അവിടെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ നോക്കാം. ഇവിടെ കുറേ ട്രീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞേ. ഇതെന്തുട്ടേ പോലീസ് സ്റ്റേഷനാണ്ട് മാറി. നമ്മളെ ഈ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ഉണ്ടല്ലോ, ഇപ്പോൾ 2024 ഒരു 2030 ആയ പോലെ ഉണ്ട് നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൽ. പക്ഷെ എന്തൊരു മാറ്റാലേ. ഇതാണ് പറഞ്ഞത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓരോ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് വരെ ആൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സീൻ തന്നെയാണ്. എന്തായാലും ഈ ഗെയിം ഡെവലപ്പ് ചെയ്തപ്പോൾ ആദ്യമൊന്നും ഇവിടെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കണ്ട സ്റ്റെപ്പൊക്കെ വേറെ ലെവലാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ പടിയും കാര്യങ്ങളൊക്കെ ഇത് മൊത്തം കണ്ടെയ്നറാണ് കേട്ടോ ആ പടിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ സ്കൂളിലേക്കല്ലേ കൈസ് പോകാനുള്ളത്. ഇത് നമുക്ക് സ്കൂളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. സ്കൂളിൻ്റെ എൻട്രൻസ് ഇവിടെയാണ്. ഓ ഇത് എന്തൊരു കഷ്ടമാണ് കൈസ്. ഈ സ്കൂളിനൊക്കെ ഇത്തിരി വലിയ എൻട്രൻസ് ആക്കി കൂടെ, ചെറുതാക്കി ചെറുക്കണ്. നമ്മൾ കാറ് ഇവിടെ കയറ്റാൻ പറ്റും കേട്ടോ, വേറെ ലെവലാണ്. വയ്യാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാറി കൂടുന്ന് ഇവിടെ ആക്കി കൊടുക്കാം. സ്കൂളിലെ പിന്നുഭാഗത്ത് വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഇതിന്റെ മുകളിൽ കൂടെ വണ്ടി കയറി പോവാ. ഇതെന്താണ് കൈസ്, ഇതെന്തൊട്ട് വണ്ടിയാടാ. വണ്ടി അതാ കടലാസ് കൊണ്ട് ഉണ്ടാക്കിയതാ. ഇതെന്ത് ചാടി പോണത് റബ്ബർ ബാൻഡാ. ഞാൻ മറ്റേ റബ്ബർ ബോൾ പോലെ ചാടി ചാടി കളിക്കണ്. ഇവിടെ ഈ മരങ്ങളൊക്കെ വേറെ ലെവലായിട്ടാണ് കേട്ടോ ആള് സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയാ ഈ സിറ്റി ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ, നമ്മളെ വീടിന്റെ ഇത്തിരി ഭാഗത്തൊക്കെ ആയിട്ടുള്ളൂ. ഇത് എന്തുട്ടാ ഗൈസ്, ഇവിടെ നിന്ന് ഞാൻ വണ്ടി പുറത്തിറക്കട്ടെ. ഗൈസ് നമുക്കിപ്പോൾ ഇവിടെ ബസ് എടുത്തു നോക്കാം. ബസ്സിന്റെ ചെറ്റ് കോഡാണ് 5599 ആണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എന്താ കയറാൻ പറ്റാത്തത്. പിന്നെ നമ്മളെ ക്യാരക്ടറിന് ഇത്തിരി അഭിനയം കൂടുതലാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടല്ലേ. പക്ഷെ ബസ് സ്റ്റോപ്പിലൊന്നും ഒരു NPC ഇല്ല, ഒരാളില്ല കേട്ടോ. ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സെറ്റായിരുന്നു. ഇനി വരെ അപ്ഡേറ്റിലൊക്കെ ഒന്ന് പ്രതീക്ഷിക്കാം. ബസ് സ്റ്റോപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ബസ് കയറാൻ ആരുമില്ല, അതാണ് നമുക്ക് സെറ്റാക്കേണ്ടത്. പിന്നെ ഈ സിറ്റി ഇത്തിരി കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇത്തിരി നല്ലൊരു വലിയൊരു സിറ്റി ആക്കേണ്ടിയിരുന്നു. ചിലപ്പോൾ ഈ മോഡ് ഇത്തിരി ഇതൊക്കെ ആവാം, ഇത്തിരി കൂടി അപ്ഡേറ്റ് ആവാം ചിലപ്പോൾ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടോ ഇത്. പിന്നെ നമ്മളെ ഈ ഒരു വീടിൻ്റെ ഏരിയയിൽ മാത്രമുള്ള ഈ ഒരു സിറ്റി എന്ന് പറയാച്ചാൽ, അതിൻ്റെ അപ്പുറത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ക്രിയേറ്റിവിറ്റിയിൽ നമുക്ക് വേണ്ടി ചെയ്യാം. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരാളല്ല ഗൈസ്. എനിക്ക് ഇത് ക്രിയേറ്റ് ചെയ്തെടുത്ത ആള് നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഇത് ചെയ്യലെന്നൊക്കെ വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നല്ല ക്ഷമ വേണം. എനിക്ക് അങ്ങനത്തെ ഒരു ക്ഷമ ഇല്ലാത്തവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. ഈ വീടിന് ചുറ്റും മതിൽ വെക്കണ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിച്ച പരിപാടിയാണ്. കാരണം നമ്മൾ ഈ മോഡ് ഓണാക്കിയിട്ട് മോഡ് അങ്ങോട്ടും ഇങ്ങോട്ട് സെറ്റാക്കി വെക്കുമ്പോൾ ഈ മതിൽ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റബിൾ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ട് വെക്കുമ്പോൾ നമ്മൾ അപ്പുറത്തെ വെച്ച മതിൽ ഇളകി പോവും. അങ്ങനെ ഭ്രാന്താണ്. ആ സമയത്താണ് ഈ ചക്ക ഇമ്മാതിരി ഈ ഒരു മോഡ് ഡെവലപ്പ് ചെയ്ത ആൾ ഇമ്മാതിരി സെറ്റപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണേ. എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ ഈ മോഡിന് ഒന്നും പറയില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഇനി ഈ സിറ്റി ഇത്തിരി കൂടി ഒന്ന് വലുതാക്കണം. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ഇത്തിരി ടാസ്ക് ഒക്കെ തന്നെയാവും. ഇതുവരെ തന്നെ ചെയ്തെടുത്തത് എന്തായാലും ഒരു 2 days 3 days പിടിച്ചിട്ടുണ്ടാവും. അതും അയിമ തന്നെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഒരെണ്ണം ഇളകിയാൽ മതി. ജസ്റ്റ് ഒന്ന് മോഡ് ഓൺ ആക്കിയിട്ട് ഇതൊന്ന് പിടിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ച് അമർത്തിയാൽ മതി. അപ്പം തന്നെ മറ്റേ ബിൽഡിങ്ങും ഈ ബിൽഡിങ്ങും ഒക്കെ കൊളാവും. പറയാൻ പറ്റില്ല. ഇതുവഴി ഉള്ളിൽ അത്രക്കും ഇതായിട്ടോ ചെയ്തിട്ടുള്ളത്. ഈ റോഡ് സൈഡിലൊക്കെ അത്യാവശ്യം പ്രോപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ചെടുക്കണതിന് തന്നെ അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ടാവും. കാരണം ഓരോ അളവിലും കാര്യങ്ങളൊക്കെ വെച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും പ്രാന്ത് പിടിക്കണ ഒരു പണി തന്നെയാവും. ഇനി ഇത് ഈ ഗെയിമിങ്ങിൻ്റെ ഡെവലപ്പർ തന്നെ ഡെവലപ്പ് ചെയ്തതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഡെവലപ്പർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഗെയിമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഡയറക്റ്റ് ഒരു സിറ്റി ആക്കിയാൽ മതിയല്ലോ. അയ്യോ, ആ ചേച്ചിനെ അടിച്ചിട്ട് ജസ്റ്റ് അതൊന്നും സീനില്ല. ഇനി ഗൈസ് നമുക്ക് എങ്ങനെ ഈ മോഡ് കയറ്റേണ്ടതെന്നൊക്കെ നോക്കാം. നിങ്ങൾ അതിനാണ് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഓക്കെ, നമുക്ക് നേരെ ഈ മോഡുണ്ട് എങ്ങനെ ഇതിലേക്ക് ആഡ് ആക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഞാൻ ഡിസ്ക്രിപ്ഷനിലെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കാം. അതിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവിലോട്ട് പോകും. ഡ്രൈവിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ ഡ്രൈവിലോട്ട് പോയി ഇവിടെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആകും വരാം. ഇവിടെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ എഴുതി കാണിക്കും. ഞാൻ അപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇവിടെ ജസ്റ്റ് നിങ്ങൾ ആ 3 ഡോട്ടിലേക്കിട്ട് കോപ്പി ലിങ്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തിരിച്ച് ഗെയിമിലോട്ട് തന്നെ കയറാട്ടോ. നിങ്ങൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിലോട്ട് കയറിയാൽ ഇവിടെ നിങ്ങൾ ഫോൺ എടുത്ത് ഇവിടെ ഒരു കോൾ ബട്ടൻ്റെ അടിയിലായിട്ടൊരു കണ്ണാടർ ഓപ്ഷൻ ഉണ്ടാവും. ഇൻ്റർനെറ്റ്
അതിൽ പോയിട്ട് RGS മോഡ് ഫയലിൻ്റെ അവിടെ നിങ്ങൾ ജസ്റ്റ് കോപ്പി ചെയ്ത ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. നിങ്ങളിത് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് മസ്റ്റാണ്, നെറ്റ്വർക്ക് ഒന്ന് ഓണാക്കി ഇടണം, എന്നാൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. നെറ്റില്ലാത്തവർക്ക് വൈഫൈ ആയിട്ടും വെച്ച് ചെയ്യാം. എന്നിട്ട് ഇവിടെ ടിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ആഡ് ഉണ്ടാവും. ആ ആഡ് ഒന്ന് സ്കിപ്പ് അടിച്ച് കളഞ്ഞാൽ ഇവിടെ ഫയൽ ഓടിയിടുന്ന് കാണിക്കും. ഞാൻ പിന്നെ ഇവിടെ ഓൾറെഡി ചെയ്ത കാരണം ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ മോഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുതിയ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തരുള്ള ഗൈസ്, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിനായിട്ട് കിടക്കാച്ച മോഡിൻ്റെ ഗെയിം പ്ലേ വീഡിയോ വീണ്ടും കാണാം. അപ്പോഴത്തേക്കും ബൈ ബൈ ഗൈസ്.